ഹിരോഷിമ ദിനം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. 1945 ഓഗസ്റ്റ് 6-നാണ് ഈ ദുരന്തം നടന്നത്. അതിനാൽ ഈ ദിവസമാണ് ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണ്വായുധ പ്രയോഗം. 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15-നാണ് ഇത് നടത്തിയത്. അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോളഗയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര്. യുറേനിയം 235 ഐസോട്ടോപ്പായിരുന്നു ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബ് ഒരു നഗരത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാനുള്ള അത്ര പ്രഹരശേഷി ഇതിനുണ്ടായിരുന്നു. 1400-ഓളം പേർ തത്സമയം തന്നെ മരണമടഞ്ഞു. ദുരന്തങ്ങൾ ഒഴിയാതെ പിന്നെയും കുറെ പേർ ഇന്നും അതിന്റെ പാർശ്വഫലങ്ങൾ ഹിരോഷിമയിൽ അനുഭവിക്കുന്നുണ്ടത്രേ. ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. ഫാറ്റ്മാൻ എന്നായിരുന്നു ആ ബോംബിന്റെ പേര്. 2 സ്ഫോടനങ്ങളുമായി ഏകദേശം 2.5 ലക്ഷം ആളുകൾ മരിച്ചു വീണു. ആയിരത്തി 1945 ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തിൽ രക്തസാക്ഷി ആവേണ്ടിയിരുന്നു ജപ്പാനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസക്കി. സഡാക്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മാരകമായ അണുവികിരണങ്ങൾ അവൾക്ക് രക്താർബുദം വരുത്തിവെച്ചു. 1000 കടലാസു കൊക്കുകൾ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട്. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്ന് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എണ്ണം പൂർത്തിയാക്കി ആ കൊക്കുകളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. അന്നു മുതൽ സഡാക്കോയും അവളുടെ കൊക്കുകളും ലോക സമാധാനത്തിന്റെ പ്രതീകമായി അറിയപ്പെടാൻ തുടങ്ങി.